Good morning. Hello, good morning. Good morning, ma'am. 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 Okay, start ചെയ്യാലോ. റെഡി ആണല്ലോ എല്ലാവരും? Yes, ma'am. കുറച്ച് പിള്ളേരൊക്കെ വേറുള്ളൂ അല്ലേ? പിള്ളേരൊക്കെ കുറവാണ്. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ക്ലാസ് നമുക്ക് ക്യാരി ഓൺ ചെയ്യണമല്ലോ. എന്താണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായോ കഴിഞ്ഞ ദിവസം? നമ്മള് എന്തൊക്കെയോ പറഞ്ഞിരുന്നോ? വേഗം പറ, സമയം പോണം ഇല്ലേ? ക്വസ്റ്റ്യൻസ് തന്നായിരുന്നു മാം. അതാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് മറുപടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് തന്നിരുന്നു. നിങ്ങൾ ചടപടേന്ന് ചോദ്യങ്ങൾ വായിക്കണം. പെട്ടെന്ന് അതിന്റെ ഉത്തരങ്ങളും വായിക്കുന്നവർ വേഗം പറയുക. കാരണം നമുക്ക് അധികം സമയമില്ല സ്പെൻഡ് ചെയ്യാനായിട്ട്. അതായത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസ് ഒക്കെ തീരുമ്പോൾ നമുക്ക് എക്സാം ഉണ്ട്. അപ്പൊ അതിന് മുമ്പ് നമ്മളുടെ പോർഷൻസ് കവർ ചെയ്യണം. ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തു തുടങ്ങിയത്, റൈറ്റ് അല്ലേ? Yes, ma'am. ഒരു പേജ് നമ്മൾ എടുത്തിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യണം. ബിഫോർ ദാറ്റ് നമുക്ക് അവറല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് സമയം കളയരുത് കേട്ടോ. സമയം കളഞ്ഞാൽ ഞാനിപ്പോ വായിപ്പിക്കുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല, എന്റെ സമയം കുറെ പോകും. സോ 1 by 1 ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വേഗം വായിച്ചേ. അപർണ ഇന്ന് തുടങ്ങി. അപർണ ഒന്ന് വായിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻസേഴ്സ് തന്നെയാണോ എഴുതിയേക്കണേന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ആൻസർ എന്തെങ്കിലും തെറ്റാണെങ്കിൽ അത് പറയുക. ഞാൻ വായിക്കാം. അപർണ Security department are they?
Supportive department are the classification of include dash. Therapeutic, general, diagnostic, informatic. അതാണ് അതിന്റെ ആൻസർ. അതാണോ എഴുതിയേക്കണം എല്ലാവരും? Yes, ma'am. യെസ്. Yes, ma'am. ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രമ്യ വായിക്കാമോ? രമ്യ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രമ്യ. ഇല്ല, അഭിന. പെട്ടെന്ന് വായിക്കണേ. എല്ലാവരും റെഡി ആയിട്ടിരുന്നു. എല്ലാവരും അവരവരുടെ ക്വസ്റ്റ്യനുമായിട്ട് റെഡി ആകുക, അല്ലെങ്കിൽ വിളിക്കുമ്പോ സമയം. The services provided by a medical department are dash and dash. Outpatient department and inpatient department. Outpatient services and inpatient services. എന്ത് സേവനങ്ങളാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് അകത്ത് വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് ഒ പി ഡിയും ഐ പി ഡിയും. അവരെന്ത് സേവനം കൊടുക്കുന്നു? ഐ പി എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഒ പി എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ സർവീസസ് ആക്കാട്ടെ, ഡിപ്പാർട്ട്മെന്റ് മാറ്റി ആ വേർഡ് സർവീസ് ആക്കാം. നെക്സ്റ്റ് വൺ അഭിനന്ദ്. അഭിനന്ദ്. Yes, ma'am. The consultation doctors usually handled dash OPD. വെരി ഗുഡ്. ഒ പി ഡി ആണ്. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് ഒ പി വിഭാഗം കൈകാര്യം ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ആൽബിൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഉള്ള പേരാണ് വായിക്കണേ. ആൽബിൻ ഇല്ല. അലീന. അലീന. Yes, ma'am. ഫോർത്ത് ക്വസ്റ്റ്യൻ വായിക്കും. പെട്ടെന്ന്. സോറി മാം, ഒന്നുകൂടെ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. മാഡം ഞാൻ ഇപ്പോഴാ ജോയിൻ ചെയ്തതേ. അറിയാ, നമ്മളുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാഡം. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. അതില് 4ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസറും പറയുക. ഓക്കെ മാം. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഈസ് ദ അതർ നെയിം ഓഫ് ഡാഷ് ഡിപ്പാർട്ട്മെന്റ്. ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് രണ്ടും എഴുതാം കേട്ടോ. രണ്ടും വേണമെങ്കിൽ എഴുതാം. രണ്ട് ആൻസേഴ്സും. എല്ലാവരും ചെക്ക് ചെയ്യുക അവരവരുടെ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന്. അനന്തു. നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത്തിരി സ്പീഡ് ആവുക. അനന്തു. ഒറ്റ പ്രാവശ്യം പേര് വിളിക്കുന്നുള്ളൂ കേട്ടോ. അവരില്ലെങ്കിൽ അടുത്ത പേരിലേക്ക് പോകണം. ആൻഡ്രൂ. ആൻഡ്രൂ. അഞ്ജലി. അഞ്ജലി. മൈ ഗോഡ്. അപർണ സി പി. അപർണ സി പി. Yes, ma'am. The department that deals with the problem of heart is dash. Cardiology. കാർഡിയോളജി. അതായത് നമ്മുടെ ഹാർട്ട് ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നാണ് കാർഡിയോളജി. നെക്സ്റ്റ് വൺ അർജുൻ. പെട്ടെന്ന്. അർജുൻ. ഓക്കെ. അയന. അയന. ഷിബു. അയന. അടുത്തതാരാണ്? ഐഷന്ത്. ഐഷന്ത്. മുബാഷിറ. ഉണ്ടോ അങ്ങനെ ഒരാള്? ഞാൻ വായിക്കാം മാം. ഫിദ. ഫിദ വായിക്കാമോ? വരും വരും വരും. ഇല്ല. ഗൗരി. ഓ മൈ ഗോഡ്. ഇനിയിപ്പോ ഞാൻ ആരെങ്കിലും ഒരാളെ കൊണ്ട് അത് മൊത്തം വായിപ്പിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് അതാണ് നല്ലത് അല്ലേ? എല്ലാവരെയും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒരാളെ വായിക്കാം മാം. നെക്സ്റ്റ് പേര് വായിക്കാം. ശ്രീജ. വായിക്കും. Expand CAD. 6th question. Coronary artery bypass grafting. കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. Disease. CAD കൊറോണറി ആർട്ടറി ഡിസീസ്. Okay. ഓക്കെ. അടുത്തത് ഞാൻ വായിക്കാം. നീനു വായിക്കേ. Dash is an example for coronary artery disease. Angina. കൊറോണറി ആർട്ടറി ഡിസീസ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ. ഞാൻ വായിക്കാം. Name the 3 types of anesthesias. General anesthesia, local anesthesia, regional anesthesia. വെരി ഗുഡ്. അതെ. അടുത്തത്. ഞാൻ വായിക്കാം. General surgery is included in dash of medical department. Answer outpatient services. ഏതാണോ ഒന്നുകൂടി വായിക്കുക. General surgery is included in dash of medical department. Answer outpatient. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്? അതായത് Outpatient. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ.
Next one. She is the department mainly concentrated on providing generally patient care to elderly people, geriatrics. Geriatrics ആണ് elderly geriatrics വിട്ടോളണം കേട്ടാ, തട്ടിക്കൊള്ളണം. Okay. Labor room and maternity ward are dash services in medical department, gynecology. Labor rooms and maternity wards are dash services in medical department. Gynecology. Female Any reproductive other answer? system. Inpatient Female services. reproductive system. Inpatient services. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഏത് വിഭാഗത്തിലാണ് ലേബർ റൂമും അതുപോലെ തന്നെ മെറ്റേണിറ്റി വാർഡുകളും വരുന്നതെന്ന് ഏത് സർവീസസിനകത്ത് പെടുന്നാട്ടാ. അപ്പൊ ആകുന്ന ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഏതിലാണ്? മറ്റേത് ഗൈനക്കോളജി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നതാണ്. അത് ഗൈനക്കോളജിയിൽ വരുന്ന ഭാഗമാണ്. പക്ഷെ എങ്കിലും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഏത് സേവന വിഭാഗത്തിലാണ് ലേബർ റൂമും മെറ്റേണിറ്റി വാർഡും വരിക എന്നാണ് ചോദ്യം കേട്ടോ, തെറ്റിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Department should be well equipped with all kinds of emergency. 12th question, casualty department. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് വായിക്കേ ശ്രീജ, വായിക്കേ. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റുകളുമായിട്ട് എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റുമായിട്ട് ഉണ്ടാകേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. Okay, 13th, dash is the department in which people comes to the hospital for consultation but not for admission. Outpatient department. Yes, okay. 14, the biggest area of heart disease is treated is coronary artery disease. Okay. Biggest area എന്ന് കേൾക്കുമ്പോൾ coronary artery disease. Okay, 15th, dash anesthesia is provided usually by dentist. Local anesthesia. Yes. Okay, 16th, patient blood pressure, heart rhythm, temperature level, etc. are dash anesthesia. Regional anesthesia. മോണിറ്റേർഡ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായില്ലേ അവിടെ? ഓക്കെ മാം, അതിന് ക്ലാസ് കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജസ്റ്റ് ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. വേറൊരാളുടെ എടുത്തത് അതുകൊണ്ടാ. And 17th, ENT surgeon is also called otolaryngologist. Otolaryngologist. Okay. Okay ma'am. 18th, tear duct problem dash under dash department. ENT department. Tear duct problem is cured എന്നൊരു വാക്കുണ്ട് കേട്ടോ അവിടെ. ഓക്കെ മാം, ഞാൻ തിരുത്തിക്കോളാം മാം, ഞാൻ തിരുത്തിക്കോളാം. 19th, endocrine system is includes pancreas, the thyroid, parathyroid, penile, hypothalamus, parathyroid, penile, hypothalamus, and adrenal and pituitary glands, and the ovaries and testes. Okay, 20, dash is the medical specialty that deals with the study of hormones and hormones related to glands. Endocrinology. Okay, ഒന്ന് നിർത്താമോ? ജയലക്ഷ്മി അടുത്തതൊന്ന് വായിച്ചേ കുറച്ച്. Therapy units and palliative care services are provided by dash department. Answer, geriatrics. Okay. Next, 3 specialty areas in gynecology are dash. Gynecology, obstetrics, infertility. Next question, expand ART. Answer, assisted reproductive technique. Okay. Electrolyte disturbance and hypertension treated in dash nephrology. Okay. Next 25, expand PET. Positron emission tomography. Next, biopsy and surgical resection cures are done in dash. Surgical resection cures are done in dash oncology. Surgical oncology. Next,
examples of disease treated with nuclear medicines are dash, hyperthyroidism, thyroid cancer, lymphomas, and bone pain, some types of cancer. Next, the department which deals with a broad range of psychosocial issues and stress related to coping with illness and maintaining the health is dash, psychiatry. Name the സൈക്കാട്രി ആണോ? അതല്ല മാം, സൈക്കാട്രി ആണോ? അത് മെഡിക്കൽ സോഷ്യൽ വർക്ക് അല്ലേ? MSW അല്ലേ? സൈക്കാട്രിസ്റ്റ് സൈക്കാട്രി. അയ്യോ, ഇത് മറ്റേത് ഏതാ വായിച്ചൊന്നും കൂടി ക്വസ്റ്റ്യൻ? the MSW അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി repeat ചെയ്യാമോ? the department which deals with a broad range of psychosocial issues and stress related. അത് MSW ആണ്, മെഡിക്കൽ സോഷ്യൽ വർക്ക് ആണ് കേട്ടോ. Okay ma'am. സൈക്കോസോഷ്യൽ ഇഷ്യൂസ് ആണ്, മെന്റൽ പ്രോബ്ലംസ് അല്ലല്ലോ. Okay ma'am. Name the diagnostic equipments used in radiology is dash, X-ray machine, CT scan machine, MRI machine, ultrasound, color Doppler, echocardiogram. Next, the department which handles recording and maintaining all the records or files of inpatients as well as outpatients dash, MRD department, medical record department. Next question, the dash department makes budgets, financial plans for future upgradation is answer, finance department. ശരിയല്ലേ മാം? അതെ അതെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. Next, dash is the department responsible for integrating various functions and services in a hospital. Answer, administration department. കഴിഞ്ഞു മാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഒന്ന് രണ്ടെണ്ണം മാത്രമേ ചിലപ്പോ ഒരു കൺഫ്യൂഷൻ തോന്നിയുള്ളൂ, ബാക്കി എല്ലാവരും ആൻസർ ചെയ്തവരൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത് പെട്ടെന്ന് ഒന്ന് വായിക്കാൻ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ പേര് വിളിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരെയൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ഇടയ്ക്കൊക്കെ മിണ്ടിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മള് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാത്രം, ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കം ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ മാത്രം കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ സ്വന്തമായിട്ട് എന്ത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല, അത് വായിക്കുക. അതിപ്പോ തെറ്റ് വായിച്ചാലും നമ്മളത് തിരുത്താനല്ലേ ഇതൊക്കെ വായിപ്പിക്കുന്നത് നിങ്ങളെ കൊണ്ട്. അപ്പൊ നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ ഓരോന്നിനും റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടാകണം. അതുകൂടിയൊക്കെയാണ് നമ്മളുടെ ഏത് ഒരു കാര്യത്തിലും നമ്മളുടെ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. എന്ത് കാര്യത്തിലും ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് എന്തും സംസാരിക്കണം. സ്മാർട്ട്നെസ്, എനർജി ഒക്കെ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. അതൊക്കെ ഉള്ളിൽ തന്നെ എടുത്തു വെച്ചിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ അത് എന്താ പറയാ, നമ്മൾ റിഫ്ലക്ട് ചെയ്യണം, അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണം നമ്മളുടെ. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഘടകമാണ്. അപ്പൊ ഒന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ആൻസർ വായിക്കാൻ പറയുമ്പോൾ നമ്മള് വായിക്കാതിരിക്കരുത്. അതിപ്പോ എല്ലാവരും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് ഇപ്പൊ ഈ രീതിയിൽ വേഗം ചെയ്ത് തീർക്കാം. അതും അറിയാം നമുക്ക്, പക്ഷെ അറിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ പുതിയ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താ പറയാ, എക്സാം ഡിപ്പാർട്ട്മെന്റിന്റെ ഇതനുസരിച്ച് നമുക്ക് പുതിയ രീതിയിലായിരിക്കും നമ്മുടെ ഇനിയുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന സിലബസുകളൊക്കെ, അതിന്റെ ഒക്കെ ഒരു ഫോർമാറ്റ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അത് മാത്രമല്ല, എക്സാംസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക്, ഒരു റെക്കോർഡഡ് വീഡിയോ സാറിൻ്റെതായിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമില്. ഇനി അതുമായി സംബന്ധിച്ച് യാതൊരു സംശയങ്ങളും വരാതിരിക്കാനാണ് അങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. എന്ത് അതിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ വീഡിയോ എടുത്ത് കാണുക, എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പൊ പുതിയ സിസ്റ്റം അനുസരിച്ചിട്ട് നിങ്ങളുടെ എക്സാംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ പേപ്പേഴ്സിൽ വന്നിരിക്കുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ. അപ്പൊ അതായിരിക്കും നിങ്ങൾക്ക് ഇനി എക്സാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ചാപ്റ്റേഴ്സ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് അത്രയും ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യേണ്ടത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്കൊന്ന് പറയാമോ, ഇപ്പൊ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഈ 1ഉം 2ഉം മൊഡ്യൂളുകളിൽ, ഫസ്റ്റ് മൊഡ്യൂളില് എല്ലാ ചാപ്റ്റേഴ്സും എല്ലാവരും എടുത്ത് തീർന്നോ? ആരെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഒന്ന് പറയാമോ ഒന്ന് നമുക്കേ ഒന്ന് നോട്ട് ചെയ്യാനാണ്. അപ്പൊ അതായത് നിങ്ങൾക്ക് ഇനിയിപ്പോ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് എടുത്ത് ടീച്ചേഴ്സ് തീർക്കാനുണ്ടെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഈ പേപ്പേഴ്സ് ഇങ്ങനെ തരംതിരിച്ചപ്പോ ഇനി എന്താ പറയാ, ഫസ്റ്റ് പേപ്പറിലും സെക്കൻഡ് പേപ്പറിലും തീരാതെ തേർഡ് പേപ്പറിലും ടീച്ചേഴ്സ് പോയാലോ?
ഓക്കെ, അതുകൊണ്ട് അതൊന്ന് കൺഫേം ആക്കാനാണ് നിങ്ങളിൽ നിന്നും കൂടി ടീച്ചേഴ്സിന്റെ ഞാൻ കൺഫർമേഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ബോത്ത് ആർ സെയിം ആണെന്ന് നോക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് വേഗം പറയാമോ? ഫസ്റ്റ് പേപ്പറിലെ എല്ലാം കംപ്ലീറ്റഡ് ആണ്, ഐ തിങ്ക് സോ അല്ലേ? ഫസ്റ്റ് പേപ്പർ കംപ്ലീറ്റ് അല്ലേ? ഡെയിലി ക്ലാസ്സിൽ കയറുന്നവരില്ല ഇവിടെ ആരും? യെസ്. പേപ്പർ സെക്കൻഡില് എന്തെങ്കിലും റിമൈനിങ് ഉണ്ടെങ്കിൽ വേഗം ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? ഫസ്റ്റ് ഇതിനകത്ത് 8ാമത്തത് കംപ്ലീറ്റ് അല്ല, ഫ്രണ്ട് ഓഫീസ് കംപ്ലീറ്റ് അല്ല. മൈക്ക് ഓൺ ചെയ്യാം. എല്ലാവരും കൂടി വെച്ചുണ്ടാക്കണ്ട കേട്ടോ, ഒരാൾ പറഞ്ഞാൽ മതി. എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുന്ന ഒരാൾ പറഞ്ഞാൽ മതി. ഓക്കെ, വേഗം പറയും. ഫസ്റ്റ് മൊഡ്യൂളില് 8 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല, എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. 8th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത് ഓൺ ഗോയിങ്ങിലാണ് അല്ലെ? എന്റെ അതേപോലെ തന്നെ പേപ്പർ 2 15th ചാപ്റ്റർ ഗോയിങ്ങിലാണ് ആണല്ലോ അല്ലെ? അതെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇനി കംപ്ലീറ്റ് ചെയ്യാത്ത, അതായത് ഒന്നും തൊട്ടിട്ട് പോലും ഇല്ലാത്ത ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയുമോ? നമ്പർ പറയും. ചാപ്റ്റർ 33 മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുത്തിട്ടുണ്ടായില്ല. ചാപ്റ്റർ 16 മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അതെ, ഞാൻ ചോദിക്കാ, നിങ്ങൾക്ക് പുതിയൊരു മോഡൽ എടുത്ത് തന്നില്ലേ മൊഡ്യൂൾസ്? അത് വെച്ചിട്ടല്ലേ പറയുന്നേ? നമുക്ക് പുതിയ മൊഡ്യൂള് തന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. പുതിയതായിട്ട് നമുക്ക് ചാപ്റ്റേഴ്സ് തരംതിരിച്ച് തന്നിട്ടില്ല മാം. പുതിയൊരു മൊഡ്യൂൾ 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 അങ്ങനെ എന്തെങ്കിലും സപ്ലൈ ചെയ്തിരുന്നോ? ഇല്ല മാം. സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു മാം. എക്സാമിന് വേണ്ടിയിട്ടുള്ളത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതില് ചാപ്റ്റേഴ്സ് വ്യത്യാസമുണ്ട്. അതില് സെക്കൻഡ് മൊഡ്യൂളില് തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ യെസ്, അതാണ് വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മൊഡ്യൂള് കംപ്ലീറ്റഡ് ആണ്, അതില് കുറച്ച് മാത്രമേ എടുക്കാനുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നേരത്തെ നിങ്ങൾ പറഞ്ഞു ആ ഫസ്റ്റ്, ഞാൻ ഇത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്, ഇത് വെച്ചിട്ട് നിങ്ങളോട് ഫസ്റ്റ് പേപ്പറിൽ കംപ്ലീറ്റ് ചെയ്യാത്തതുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് അല്ല, ഗോയിങ് ആണ്. അതുവരെ കറക്റ്റ് ആണോ? യെസ് മാം. സെക്കൻഡ് പേപ്പറിൽ നിങ്ങൾ, ഞാൻ പറഞ്ഞു എന്റെ ചാപ്റ്റർ ഗോയിങ്ങിലാണ്, ഫാർമസി. ഇനി ആ പേപ്പറിനകത്ത് 15 ചാപ്റ്റേഴ്സ് പെട്ടേക്കണേ, 15 എണ്ണം. രണ്ടാമത്തെ പേപ്പറിൽ അവിടെ ഏതെങ്കിലും ചാപ്റ്റർ എടുക്കാത്തുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അതില് ലബോറട്ടറി സർവീസ് എടുത്തിട്ടില്ല. 3ാമത്തെ ചാപ്റ്റർ ലബോറട്ടറി സർവീസ്. പിന്നെ റേഡിയോളജി ഇമേജിംഗ് സർവീസ് എടുത്തിട്ടില്ല. റേഡിയോളജി 6ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടില്ല. 9ാമത്തെ ചാപ്റ്റർ റേഡിയോളജി കംപ്ലീറ്റഡ് ആണ് മാം. പറയുന്ന ആൾ പറയും പ്ലീസ്. നിങ്ങൾ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കല്ലേ, എനിക്ക് ഇത് മാത്രമല്ല പണി, ഞാനിത് എനിക്ക് എന്റെ ക്ലാസ് കംപ്ലീറ്റ് ആവില്ല. പ്ലീസ് കറക്റ്റ് ആയിട്ട് പറയും. 3 എടുത്തിട്ടില്ല, 9 എടുത്തിട്ടില്ല, 6 എടുത്തതാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് എടുത്ത ചാപ്റ്ററിന്റെ പേര് പറയട്ടെ. ആദ്യം മാം ഞാനിതൊന്ന് കംപ്ലീറ്റ് പറയട്ടെ, എനിക്ക് എന്റെ അറിവിലുള്ളതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഓക്കെ, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാം. ഓക്കെ. പിന്നെ 10ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടില്ലേ, മോർച്ചറി സർവീസ്. പിന്നെ 11th ചാപ്റ്റർ ആംബുലൻസ് സർവീസ്. പിന്നെ മെഡിക്കൽ ടെർമിനോളജി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്ര തന്നെയുള്ളൂ മാം എന്റെ അറിവില്. 13 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 13ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തവിടെ നിൽക്കട്ടെ. സ്റ്റാർട്ട് ചെയ്താലും അത് തീർക്കുമല്ലോ. തീരെടുക്കാത്തതാണ് ഈ പറഞ്ഞത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, തീരെടുക്കാത്ത ചാപ്റ്റർ ചോദിക്കുന്നത്. പ്ലീസ് അത് പറ. 3 പിന്നെ മോർച്ചറി 10 11 13 എടുത്തിട്ടുണ്ട്. എടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. 3, 10, 11 മാത്രമേ നിങ്ങൾക്ക് തൊടാത്ത ചാപ്റ്റർ ഉള്ളൂ അല്ലേ? യെസ് മാം. ബാക്കിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, തീർന്നു, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അതൊന്ന് കൺഫേം ചെയ്യാം. 9th ചാപ്റ്റർ 9 എടുത്തിട്ടില്ല. 9 എടുത്തിട്ടില്ല മാം. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ.
അത് കൊടുത്തിട്ടില്ല. അപ്പൊ അതായത് 3-4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എടുക്കാത്തതുണ്ട് അല്ലേ? 3, 9, 10, 11. 3, 9, 10, 11. അതെ. അതിന് സ്പില്ലേജ് വെച്ച് കംപ്ലീറ്റഡ് അല്ല. 12 എടുത്തിട്ടുണ്ടോ? ലബോറട്ടറി സർവീസ് എടുത്തിട്ടുണ്ടോ? നമുക്ക് ആദ്യം എന്താ രമ്യ മാം അല്ല ആദ്ര മാം എടുത്തുകൊണ്ടിരുന്ന ഒരു സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റഡ് അല്ല. ടീച്ചർ പോയപ്പോ അത് അവിടെ അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഏതാണ് മോനെ? ഏതാണ്? 13. സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ അത് എടുത്തിട്ടില്ല എന്നല്ലേ പറയണ്ടേ? അത് എന്തോരം വരെ എടുത്തു? ഏകദേശം എത്ര പേജസ് എടുത്തു? എല്ലാം ലാസ്റ്റ് 2 കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഒരു ഇത്തിരി ഭാഗമുള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ. അതെ. ലബോറട്ടറി സർവീസ് എടുത്തതാണോ? ഇല്ല, ലബോറട്ടറി പറഞ്ഞ ലിസ്റ്റിലുണ്ട്. എടുക്കാത്ത ചാപ്റ്ററിന്റെ ലിസ്റ്റ് പറഞ്ഞില്ലേ നിങ്ങൾ? അതിനകത്തുണ്ട് ലബോറട്ടറി സർവീസ്. അത് 3ാമത്തെ. എടുക്കാത്ത ആ ചാപ്റ്റർ നെയിം മാത്രം ഒന്ന് പറയുമോ? ലബോറട്ടറി സർവീസ് 3, 10, 9. മോർച്ചറി സർവീസ് ആൻഡ് ആംബുലൻസ് സർവീസ്. അതന്നെ ഈ 3 മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടില്ലല്ലോ. മെഡിക്കൽ ഇൻഷുറൻസ് എവിടെ കിടക്കണം? ഏത് പേപ്പറിലും കിടക്കണം പിള്ളേരെ. ഇരുന്ന മൊഡ്യൂളുകള് നിങ്ങൾ പേപ്പർ നോക്കുക. പേപ്പർ നോക്കിയിട്ട് പറയാട്ടാ. മെഡിക്കൽ ഇൻഷുറൻസ് എവിടെ കിടക്കണേന്നൊന്ന് തപ്പി നോക്കണേ. യെസ്, എന്റെ പോർഷൻ ഞാൻ എടുക്കട്ടെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഫാർമസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തുടങ്ങിയിരുന്നു. ഓർമ്മയുണ്ടാ? ഫാർമസി. ഫാർമസിയിൽ നമ്മൾ എന്താ പഠിച്ചേ? ഫാർമസി എന്തിനു വേണ്ടിയിട്ടുള്ള സ്ഥലമാണെന്നും ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെയാണ്, ഫങ്ഷൻസ് ഒക്കെയാണ് നമ്മള് പറഞ്ഞത്. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കിടക്കുന്നത് 3rd പേപ്പറിനകത്താണ് മക്കളെ കിടക്കുന്നത്. 3rd പേപ്പറിലാണ്. 2ാമത്തെ പേപ്പറിൽ ഇല്ല. ഞാനിപ്പോ ചോദിക്കുന്നത് മുഴുവനും അല്ലേ? 3rഡിലല്ല, 4ത്തിലോ? 4th പേപ്പറിനകത്താ കിടക്കുന്നത് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ്. അതിന്റെ ടോപ്പിക്കാണെന്നാ തോന്നണേ. എന്റെ ആണ് അത്. 4th പേപ്പറിന്റെ എടുക്കുന്ന സമയത്ത് എടുക്കുള്ളൂ. ഇതിപ്പോ നമ്മൾ 1st, 2nd കംപ്ലീറ്റ് ആയോ എന്നൊന്ന് കൺഫേം ചെയ്യാനാ. കാരണം 1st, 2nd മൊഡ്യൂൾസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പേപ്പേഴ്സ് കഴിഞ്ഞാൽ നമ്മളൊരു എക്സാം ഉണ്ട്. നിങ്ങളിവിടെ നന്നാക്കി പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. Okay, now let's see what are the objectives of hospital pharmacy. Hospital pharmacyയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. മെഡിക്കൽ ടെർമിനോളജി ഓൺ ഗോയിങ് ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ തന്നെ മെഡിക്കൽ ടെർമിനോളജി ആണ് 15ാമത്തെ ചാപ്റ്റർ. അത് ഗോയിങ്ങിലാണ്. എടുത്തു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആരോ? റൈറ്റ്, ശരിയല്ലേ? ചിലവര് നമ്മള് എല്ലാ ദിവസത്തെയും ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരുണ്ട്, നമുക്കറിയാം. പക്ഷെ റെക്കോർഡഡ് ക്ലാസ്സുകൾ മിസ്സാകാതെ കാണുക. ഓക്കെ, അത് കഴിയുമ്പോ അല്ലെങ്കിൽ ഇന്നത് എടുത്തില്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും ലൈവില് കയറുന്ന ആളുകൾ അതിനുള്ള റിപ്ലൈ തരാൻ പറഞ്ഞത്. എല്ലാ ദിവസവും ഒറ്റ ദിവസം മുടങ്ങാതെ ലൈവില് കയറുന്ന ആളുകളോട് ചോദിച്ചാൽ അത്തരം കാര്യങ്ങൾക്ക് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞത്. അല്ലാതെ നമ്മള് കാണാത്തതിന്റെ കുഴപ്പമായിരിക്കും, അല്ലാതെ ക്ലാസ്സുകൾ എടുക്കാത്തതിന്റെ അല്ല. ആകെ 3-4 ചാപ്റ്റേഴ്സേ എനിക്ക് തോന്നുന്നുള്ളൂ എടുക്കാനായിട്ട്. എല്ലാം ബാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞു. 13 + 15 28 ചാപ്റ്റേഴ്സിൽ ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. I think so. Now what are the objectives of hospital pharmacy? See, the first objective of hospital pharmacy is to make sure that the availability of medications at the right time, at the right place and at the right dose at the minimum possible cost. അതായത് ഒരു ഹോസ്പിറ്റലില് ഫാർമസിയിൽ നമ്മൾ അറിയാൻ മരുന്ന് പറ്റുന്ന സ്ഥലമാണ്. അതെപ്പോ കിട്ടണം? കൃത്യമായ സമയത്ത്. അതായത് ഒരു ഇടവേളകളില്ലാതെ ഏതെങ്കിലും ഒരു മെഡിസിൻ തീർന്നു പോയി എന്നൊരു കാര്യം വരാൻ പാടില്ല. അതിന്റെ റെഗുലർ സപ്ലൈ അവിടെ ഉറപ്പുവരുത്തണം. ഇന്ന മെഡിസിൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് അവിടെ സപ്ലൈഡ് അവൈലബിൾ ആക്കണം. ആൻഡ് എപ്പോഴും അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ദ റൈറ്റ് ഡോസ്. കൃത്യമായ ഡോസിൽ എത്ര ഡോസ് ആളുകൾക്ക് കൊടുക്കേണ്ടി വരും, അതിനനുസരിച്ചുള്ള ഡോസേജസും അത് കൃത്യസമയത്തും. ഇന്ന് കഴിക്കേണ്ട മരുന്നിന് 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് ഹോസ്പിറ്റൽ ഫാർമസിക്കാർ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയില് they have to make sure that the availability of medicines are at the right time, right dose and right place at the minimum possible cost. മാത്രമല്ല ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ. നമുക്കറിയാം രോഗമാണ്. രോഗം എന്ന് പറയുന്ന ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരും.
അപ്പൊ മരുന്നുകളൊക്കെ പരമാവധി ആളുകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മരുന്നുകൾ ഇന്ന മരുന്ന് കൊണ്ട് അതേ ഉപയോഗം തന്നെ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടുമെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ അത് എല്ലാ പേഷ്യൻസിനെയും നമുക്ക് എന്താ പറയാ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒത്തിരി കാശുകാർക്കാണെങ്കിൽ വില എന്ന് പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. പക്ഷെ നമുക്കറിയാം നോട്ട് ഓൺലി റിച്ച് പീപ്പിൾ, ആവറേജ് ബിലോ ആവറേജ് പീപ്പിൾ ഒക്കെ ഹോസ്പിറ്റൽസിനെ എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരവരുടെ രോഗങ്ങൾ വരുമ്പോൾ. സോ മിനിമം പോസിബിൾ കോസ്റ്റിൽ ഇതൊക്കെ കൊണ്ടുവന്ന് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ എന്താ, ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റൽസിലെ മരുന്ന് സംബന്ധമായിട്ടുള്ള എല്ലാ സേവനങ്ങളും എന്ന് വെച്ചാൽ മരുന്ന് മാത്രമല്ല ഹോസ്പിറ്റൽ ഫാർമസിയിൽ ലഭ്യമാകുക. നമ്മൾ പറഞ്ഞു മരുന്നല്ലാതെ ചെറിയ ചെറിയ എക്യുപ്മെന്റുകൾ, ഇൻസ്ട്രുമെന്റുകളൊക്കെ എന്താ പറയുക ഡോക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന, അതായത് സർജറിക്കോ മറ്റു പ്രൊസീജിയേഴ്സിലോ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ചെറിയ എക്യുപ്മെന്റുകളും ഇൻസ്ട്രുമെന്റുകളും ഒക്കെ അവൈലബിൾ ആണ്. അതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, എടുത്തു കൊടുക്കുക. അതിന്റെ കാര്യങ്ങളൊക്കെ വലിയ പ്രൊഫഷണലൈസ് ആയിട്ട് ചെയ്യുക, വളരെ കൃത്യമായ രീതിയിൽ. അതായത് അതിൽ യാതൊരു തരത്തിലുള്ള അത്തരം സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈവൻ മെഡിസിൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരം ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ആ പ്രൊഫഷണലൈസ് ആകുക എന്ന് പറഞ്ഞത്. ഒരു പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇത്തരം മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഫാർമസ്യൂട്ടിക്കൽ എല്ലാ രീതിയിലുള്ള ഉപകരണങ്ങളും. Then they have to act as the counseling department to the medical staff, nurses, and also even for the patient by how to use the drugs and also the possible effects, toxicity of the medicine, hostile effect, drug reactions, etc. etc. ഓക്കെ, അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കാർ തീർച്ചയായിട്ടും ഒരു ആരായിട്ട് പെരുമാറേണ്ടി വരും, ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്. എന്ന് വെച്ചാൽ വരുന്ന പേഷ്യൻസിനൊക്കെ പിടിച്ച് അവിടെ കൊണ്ടുവന്ന് എത്തിയിട്ട് അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കാനാണോ? അല്ല, ഈ മരുന്നുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇഫ് ദേ ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് എനി മെഡിസിൻസ് വൈൽ ദേ ആർ യൂസിങ്, ഇന്ന മരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടൊക്കെ ഡൗട്ടുകൾ ഉണ്ട്, അല്ലെങ്കിൽ ചില മരുന്നുകൾക്ക് റിയാക്ഷൻസ് ഉണ്ട്, ഡ്രഗ് റിയാക്ഷൻസ്, ഹോസ്റ്റൈൽ ഇഫക്ട്, ആന്റിബയോട്ടിക്സ് ഒക്കെ ചിലത് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ക്ലിയർലി. അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ സ്റ്റാഫുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൈകാര്യം ചെയ്യുന്ന മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നവരും നഴ്സസ് ഉണ്ടായിരിക്കാം. ഇവർക്കും എല്ലാവർക്കും തന്നെ ഇത്തരം ഇൻഫർമേഷൻസ് പാസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അവരെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് കൂടി, അതും കൂടി അവരുടെ ഒരു ലക്ഷ്യമാണ്. കൗൺസിലർ ആയിട്ട് മാറുക ഫാർമസിക്കാരൻ, മരുന്നിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു കൗൺസിലിംഗ്. അല്ലാതെ വേറെ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഡ്രഗ് റിയാക്ഷൻസ് ഇഫ്തറീസ് അതും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. Then they have to act as the source of information, the use of drug utilization. അതായത് നമ്മളുടെ ഈ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എത്രത്തോളം, അത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. എവിടെ നിന്നാണ് സപ്ലൈ ചെയ്തത് ഈ ഡ്രഗ്, ഇന്ന ഡ്രഗ് ഏത് സോഴ്സിൽ നിന്ന്, ഇതിന്റെ സോഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം ആഫ്റ്റർ ഏതെങ്കിലും കുറെ കഴിയുമ്പോൾ ഏതെങ്കിലും മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് കൂടുതൽ ഒത്തിരി പേർക്ക് അത് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ആളുകൾ കൊണ്ടുപോകുന്നവർക്കൊക്കെ അത് റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ സോഴ്സ് ഒക്കെ അറിഞ്ഞിരുന്നാൽ അതിനെക്കുറിച്ച് അവർക്ക് ഇൻഫോം ചെയ്യാം. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യണമെങ്കിൽ ആ സപ്ലയറെ നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇത് എവിടെ നിന്നാണെന്നുള്ള കാര്യം, സോഴ്സ് എവിടെ നിന്നാണെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഏത് മരുന്നുകളും കൊണ്ടുവരുമ്പോ അത് ഏതാണ്, എവിടെ നിന്നാണ് സപ്ലൈ ചെയ്തത്, അതൊക്കെ നേരത്തെ കൂട്ടി അവർ മനസ്സിലാക്കി ആരോർക്ക് വേണമെങ്കിലും ആരെങ്കിലും ചോദിച്ചാലും അത് എപ്പോഴും അത് ഇൻഫോം ചെയ്യാനുള്ള കാര്യങ്ങളും ഇവരുടെ കയ്യിലുണ്ടായിരിക്കണം. അതാണ് സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആയിട്ട് ഇവര് ആക്ട് ചെയ്യേണ്ടി വരും. ദെൻ ഓൾസോ ദേ ഹാവ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ്. ഫാർമസിയിൽ റിസർച്ചുകൾ പലതും നടക്കുന്നുണ്ട്. മരുന്നുകളെ സംബന്ധിക്കുന്ന റിസർച്ചുകളാണ്, അല്ലാണ്ട് മറ്റൊന്നുമല്ല. അതായത് പുതിയ പുതിയ മെഡിസിൻസ് കണ്ടുപിടിക്കപ്പെടേണ്ടി വരും. അതായത് നമുക്കറിയാം ഇന്ന് പുതിയ പുതിയ രോഗങ്ങളുമായിട്ട് ഓരോ പേഷ്യൻസും വരുമ്പോ ചിലപ്പോ ചില മെഡിസിൻസ് ഒക്കെ ദേ ഹാവ് ടു മേക്ക് ദംസെൽസ്, അവർ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതെങ്ങനെയാ, ഒരു സുപ്രഭാതത്തിൽ കണ്ണൂർക്ക് എഴുന്നേൽക്കുമ്പോ ഇന്ന മരുന്ന് വേഗം പോയി ഉണ്ടാക്കിയപ്പോ അങ്ങനെയല്ല, കുറെ പഠനങ്ങൾ നടത്തിയിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് റിസർച്ച് പ്രോജക്റ്റുകൾക്ക് ഉള്ള ഒരു കേന്ദ്രം കൂടിയാണ്, ഒരു സെന്റർ കൂടിയാണ് നമ്മളുടെ pharmacy എന്ന് പറയുന്നത്. And also they have to bring into practice the decisions which is taken by the drug and therapeutic committee. ഇനി മാത്രമല്ല ഇവര് എന്താ പറയാ, നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി അറിയാലോ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മിറ്റി രൂപീകരിക്കുക. പെരുന്നാളിന് കമ്മിറ്റി ഉണ്ടാകും, ഉത്സവത്തിന് കമ്മിറ്റികൾ രൂപീകരിക്കാറുണ്ട്. ഇവിടെ ഹോസ്പിറ്റൽസിലും അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ അത് അറിഞ്ഞിരിക്കാം. ഈ കമ്മിറ്റി മെഡിസിൻസിനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനങ്ങൾ എടുക്കും.
ആ തീരുമാനങ്ങൾ അവരെടുക്കുകയുള്ളൂ. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ബ്രോട്ട് ഇൻ ടു പ്രാക്ടീസ്. അത് എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. ഇപ്പൊ പല കാര്യങ്ങളും പല ആൾക്കാരും തീരുമാനങ്ങൾ എടുക്കും, നടപ്പിലാക്കുന്നത് അവരായിരിക്കില്ല. ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുള്ളൂ. ഇത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നതിനുമായിട്ട് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇൻഫോം ചെയ്യാനുണ്ട്, ഇത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളാണ് ഇത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾക്കുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽസിലും മെഡിസിൻസ്, ഫാർമസ്യൂട്ടിക്കൽ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡിസിഷൻസ് വിൽ ബി ടേക്കൺ ബൈ ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആയിരിക്കും അതിന്റെ തീരുമാനങ്ങൾ എടുക്കാം. ആൻഡ് ദ ഹോസ്പിറ്റൽ ഫാർമസി ഹാസ് ടു ബ്രിങ് ഇറ്റ് ടു പ്രാക്ടീസ്. അത്തരം തീരുമാനങ്ങൾ നിലവിലാക്കേണ്ടത് അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടത് നമ്മുടെ ഫാർമസിക്കാരാണ്. Then they have to coordinate and cooperate with all other departments of the hospital. ഹോസ്പിറ്റലിലെ മറ്റ് വിഭാഗക്കാരുമായിട്ടൊക്കെ ഒരു കോർഡിനേഷൻ, ഒരു കോപ്പറേഷൻ എന്തായാലും വേണ്ടിവരും. ഓക്കെ, അപ്പൊ എന്താ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേഷൻ എന്താ പറയാ ഏകീകരിപ്പിക്കണം. അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഫാർമസിന്നാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വേണ്ട ഡോക്ടർമാരെ കുറിക്കുന്ന മരുന്നുകൾ കൊണ്ടുപോകണം, അല്ലെ? ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുന്ന പേഷ്യൻസ് അവര് ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകുന്നത് ഒറ്റ ഫാർമസിന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ചൊക്കെ പോകണം. ഇടയ്ക്കിടയ്ക്ക് അവരൊക്കെ ഒന്ന് കാണണം. ഏതെങ്കിലുമൊക്കെ ഡോക്ടേഴ്സിനെ ഇന്ന മരുന്നുകൾ ഇന്നതാണ് യൂസ് ചെയ്യുന്നത്, അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർക്ക് പാസ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവര് എപ്പോഴും ഒരു സഹകരിച്ച് ഒരു സഹകരണ മനോഭാവത്തിലാണ് ആര് പോകുന്നത്? ഫാർമസിയും മറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റലും. ഓക്കെ, they have to design, organize and also fulfill the pharmacy policies. അതായത് ഫാർമസിക്ക് ഒരു പ്രത്യേക നിയമവും അതിന്റെ രീതികളൊക്കെ ഉണ്ട്. ഫാർമസിയിൽ എങ്ങനെയൊക്കെയാണ് മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്നത്, ഹൗ ടു ഹാൻഡിൽ ദ മെഡിസിൻസ്, അതിന്റെയൊക്കെ സോഴ്സുകൾ എവിടെയാണ്, അങ്ങനെ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫ്രെയിം ചെയ്ത് ഡിസൈൻ ചെയ്ത് അത് ഫുൾഫിൽ ആക്കുക. അവര് തന്നെ ഫാർമസിയുടെ നിയമങ്ങൾ ഉണ്ടാക്കണം, ഡിസൈൻ ചെയ്യണം, അത് ഓർഗനൈസ് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. മാത്രമല്ല അത് നടപ്പിലാക്കുകയും വേണം, ഫുൾഫിൽ ചെയ്യുകയും ചെയ്യണം. ആൻഡ് എവിടെ നിന്നുകൊണ്ട്? അക്കോർഡിംഗ് ടു ദ പോളിസീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ആ പോളിസീസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം ഈ പറയുന്ന അവരുടേതായ നിയമങ്ങളോട്ട് വേണ്ടത്. ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഞങ്ങളുടെ ഫാർമസിയുടെ നിയമം ഇതാണ് എന്ന് പറഞ്ഞ് തീരുമാനിക്കാമല്ലോ. ഹോസ്പിറ്റൽസിന് ഒരു എന്താ പറയാ മൊത്തത്തിലൊരു പോളിസീസ് ആൻഡ് റൂൾസ് ഉണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് ദ ഫാർമസി ഹാവ് ടു ഡിസൈൻ ദെയർ ഓൺ പോളിസീസ് ആൻഡ് ഓൾസോ ഹാവ് ടു ഫുൾഫിൽ ദെയർ പോളിസീസ്. അതൊക്കെ നടപ്പിലാക്കുക അല്ലെങ്കിൽ രൂപീകരിക്കുക. ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആയോ എന്താണെന്ന് ഓരോന്നും? മനസ്സിലായോ? ആദ്യത്തേത് ടു മേക്ക് ഷുവർ ദാറ്റ് ദ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ് അറ്റ് ദ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ഡോസേജ് വിത്ത് മിനിമം പോസിബിൾ കോസ്റ്റ്. രണ്ടാമത്തേത് they have to professionalize the pharmaceutical services. Then third one, to act as counseling department for medical staff, nurse and also the patients. Fourth one, to act as the source of information of drugs in use. Use in the drugs ന്റെ source of information എവിടെയായിട്ട് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കി ആക്ട് ചെയ്യേണ്ടതാണ്. Then to take part in research projectകളിൽ take part ചെയ്യാം. They have to bring into practice the decisions taken by the drug and therapeutic കമ്മിറ്റി. അവരോട് തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നിലവിൽ കൊണ്ടുവരിക, നടപ്പിലാക്കുക എന്നുള്ളത് കൂടി ഇവരുടെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ആണ്, ഒബ്ജക്റ്റീവ് ആണ്. They have to coordinate and cooperate all the activities of other departments. ഹോസ്പിറ്റൽസിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സഹകരിച്ച് ഏകോപിപ്പിച്ചൊക്കെ പോകേണ്ടതാണ്. Then they have to design, organize and fulfill the pharmacy policy procedures within the policies of the hospital. ഹോസ്പിറ്റലിന്റെ പോളിസിക്ക് അകത്ത് നിന്നുകൊണ്ട് അവരുടേതായ പോളിസീസ് ഡിസൈൻ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ? അടുത്തത് പറഞ്ഞോട്ടെ. പ്രത്യേകിച്ച് നോട്ടുകളൊന്നും നമുക്കില്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. 2-3 പ്രാവശ്യം ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. Then next one, the infrastructure of hospital pharmacy. ഇനി ഈ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഹോസ്പിറ്റലിന്റെ ഫാർമസിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് അടിസ്ഥാന സൗകര്യങ്ങളാണ് കേട്ടോ. അതായത് ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ഫാർമസി ഷുഡ് ബി ലൊക്കേറ്റഡ് ഐദർ ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അതായത് നമ്മളുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസി ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒന്നുകിൽ അത് ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ആയിരിക്കണം. എന്തിനാത്? നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തുടങ്ങിയാൽ നമ്മൾ വരുന്ന പേഷ്യൻസ് ഏത് വാഹനത്തിൽ വരുന്നവരായാലും ആരും ഫ്ലൈറ്റിലൊന്നും വന്ന് മുകളിൽ ഇറങ്ങുന്നില്ല. അങ്ങനെ ഇറങ്ങുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ചില ആളുകളൊക്കെ അങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ടാവും, അല്ലെ? ഹെലികോപ്റ്ററിലൊക്കെ.
അത് പോട്ടെ, അങ്ങനെയല്ല, ഞാൻ ഇവിടെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയാം. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് എന്തായാലും കയറി പോകുക. അപ്പോ നമ്മളിപ്പോ ചിലപ്പോ കാണാൻ ചെല്ലുന്ന ഡോക്ടറോ അല്ലെങ്കിൽ നമ്മൾ ഏത് വിഭാഗത്തിലാണോ പോകുന്നത് അവിടെ ചിലപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കാം, ചിലപ്പോ ഫസ്റ്റ് ഫ്ലോർ വരെയൊക്കെ പോകേണ്ട വരെ പേഷ്യൻസ് ഉണ്ടാകുന്നുള്ളൂ. എങ്ങനെ വന്നാലും ഇത് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി വരേണ്ടത് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ കൂടി തന്നെയാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെങ്കിൽ എന്താ പറയാ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫാർമസി ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ പോയി നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഏറ്റവും മോളില് ഇപ്പൊ 10 നമുക്കറിയാം മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിംഗ്സ് ആണ് ഇന്ന് ഹോസ്പിറ്റൽസിനുള്ള 5, 6, 7 നിലകളുള്ള ഹോസ്പിറ്റലിന്റെ ഏറ്റവും പുറത്ത് കൊണ്ട് ഫാർമസി വെച്ച് കഴിഞ്ഞാൽ ആ വരുന്ന പേഷ്യൻസ് ഒരു രോഗമില്ലാണ്ട് വന്ന ആൾക്കാർക്ക് എന്താ പറയാ വലിക്കാണ്ട് രോഗമായിട്ട് ചിലപ്പോ എന്താ പോകേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഒരു ഫാർമസി എന്ന് പറയുന്നത് നമ്മള് എപ്പോഴും ഏകദേശം ഒരു ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലോ ആയിരിക്കണം. എവിടെയാണോ സൗകര്യം ഈ പറയുന്ന സ്ഥലങ്ങളിൽ അതിനുള്ള ഏരിയാസ് കണ്ടെത്തിയാണ് എന്ത് ചെയ്യേണ്ട എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിനുള്ള സ്പേസ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, then this hospital pharmacy have to be given a grand appearance or a grand look. ഹോസ്പിറ്റലിന്റെ ഫാർമസി ഉണ്ടല്ല കണ്ടാൽ തന്നെ ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഉണ്ടാകണം. കാരണം ദ പേഷ്യൻസ് ഹാവ് ടു വെയിറ്റ് ഫോർ ദയർ മെഡിസിൻസ് ടു ബി കളക്റ്റഡ്. നമുക്കറിയാം ഡോക്ടറെ കണ്ട അപ്പൊ തന്നെ ഒന്നും ചില ഹോസ്പിറ്റൽസിൽ മരുന്ന് കിട്ടാറില്ല. വലിയ വലിയ ഹോസ്പിറ്റൽസിലാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനിപ്പം ഇന്ന് ഭയങ്കര എന്താ പറയാ ഒരു പ്രൊഫഷണൽ ലുക്ക് ഒക്കെ തരുന്ന രീതിയിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇന്ന് മിക്ക ഹോസ്പിറ്റൽസിലും നമുക്ക് കാണുന്നത്. ഹോസ്പിറ്റൽ ബിൽഡിംഗ് വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ ഇനി എന്തെങ്കിലും വലിയ പഴയത് എവിടെയെങ്കിലും കിടക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അത്ര മാറ്റങ്ങൾ ഇല്ലാത്തതുള്ളൂ. അല്ലാത്ത പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന എല്ലാ ഹോസ്പിറ്റൽസിലും ഇതുപോലെയുള്ള ഗ്രാൻഡ് അപ്പിയറൻസ് ഒക്കെ കൊടുക്കുന്ന ഫാർമസി ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ബിക്കോസ് സ്പേസ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ് ടു കളക്ട് ദയർ മെഡിസിൻസ് കളക്ട് ചെയ്യുന്നത് വരെ അവർക്കൊന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഒക്കെ കാണണം. ആൻഡ് ഒ പി ഡിയുടെ വെയിറ്റിംഗ് റൂം ഷുഡ് ഹാവ് എന്താ പറയാ ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ വെറുതെ ഇരിക്കണ്ട. there should be displayed some educative posters or some magazines or എന്താ പറയാ ഏതെങ്കിലും തരത്തിലുള്ള ലിറ്ററേച്ചർ ഫോർ റീഡിങ് ഈ അവിടെയൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകുക. ഹെൽത്ത് ആൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ, അല്ലാണ്ട് മാത്സിന്റെ ഒരുപാട് ഇക്വേഷൻ പോയോ സൗണ്ട് എന്താണത്? എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ പ്രശ്നം? ക്ലിയർ ആവുന്നില്ല? ഇപ്പൊ ഓക്കെ ആണോ? ഹലോ ഹലോ, ഓക്കെ ആണല്ലോ? ബ്രേക്ക് ഓക്കെ കേട്ടോ. ഹലോ ഹലോ ഹലോ, ഒരു മിനിറ്റ് മക്കളെ എപ്പോഴാ
ഹലോ, ശരിയായോ? ശരിയായോ? ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ ഹോസ്പിറ്റലിന്റെ ഫാർമസിക്ക് ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം. അവിടെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമല്ലോ എന്തിനു വേണ്ടിയിട്ട്? ഫാർമസിയിൽ നമ്മൾ മരുന്നുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അപ്പൊ തന്നെ നമുക്ക് മരുന്നുകളൊന്നും കിട്ടില്ല. ചിലപ്പോൾ വലിയ ഭയങ്കര കോസ്റ്റുള്ള ഹോസ്പിറ്റൽ, ഒത്തിരി ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്ന ഹോസ്പിറ്റൽസിലാണെങ്കിൽ നമുക്ക് വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ മെഡിസിൻസ് ഫോർ സം ടൈം, അല്ലെ? കുറച്ച് സമയത്തേക്ക് നമുക്ക് മരുന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അറ്റ് ദാറ്റ് ടൈം നമുക്ക് ഇങ്ങനെ വെറുതെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കാനായിട്ട് എന്താ പറയാ, ചില എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് നമ്മുടെ ഹെൽത്ത് ഹൈജീനുമായി ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണം, അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, നമ്മൾ എത്രത്തോളം ശുചിയായിട്ടിരിക്കണം എപ്പോഴും, അതിനെ സംബന്ധിക്കുന്ന പോസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഉണ്ടാകാറുണ്ടല്ലോ അല്ലെ? നമ്മളതൊക്കെ വായിക്കാറില്ലേ? കാരണം വേറെ ഒന്നും ചെയ്യാനില്ല, അപ്പൊ നമ്മൾ ഇതൊക്കെ ഇത് വായിക്കും. അപ്പൊ ചിലപ്പോ പുതിയ പുതിയ അറിവുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് എഡ്യൂക്കേറ്റീവ് ഇൻഫർമേഷൻ എന്നും പറയുന്നത്. മനസ്സിലായി? അങ്ങനെയുള്ള എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടാകുക, അല്ലെങ്കിൽ അത് സംബന്ധിക്കുന്ന ചില മാഗസിൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലിറ്ററേച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെച്ച് വായിക്കാനും ഒക്കെ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കുറച്ച് നല്ല കാര്യങ്ങളാണ്. നമ്മള് ഒരുപാട് ഹോസ്പിറ്റൽസിലെ ഇപ്പൊ അമ്മമാര് ചൈൽഡ് ബർത്തിന് ശേഷം കുട്ടികൾക്ക് പാല് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ മിക്കവാറും കാണാറുണ്ട് അങ്ങനത്തെ, അല്ലെ? പിന്നെ തൈറോയിഡ്, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്, അത് എന്തുകൊണ്ട് വരുന്നു, അതൊക്കെ എങ്ങനെ നമുക്ക് ഇതാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പോസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റൽസിൽ എൻ്റർ ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ്. സോ അതും ഒരു അടിസ്ഥാന സൗകര്യം തന്നെ. അപ്പൊ ഒരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ വെയിറ്റിംഗ് സ്ഥലം എന്ന് പറയുന്നത്. ആൻഡ് അവിടെ ഇത്തരം എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ്, ലിറ്ററേച്ചേഴ്സ് ഫോർ റീഡിങ്, അങ്ങനെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ സംബന്ധമായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. Then they have to provide suitable space for regular manufacturing or of stock solutions, powdered ornaments, etc. നമുക്കറിയാലോ അതായത് നമ്മുടെ ഈ ഹൈഡ്രോ ക്ലോറൈഡും പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ സോഡിയം ഹൈഡ്രോക്സൈഡും ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹോസ്പിറ്റൽസിൽ അധികം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ വെക്കാനും അതൊക്കെ എന്താ പറയാ, ഇനി പൗഡർ രൂപത്തിലുള്ള മരുന്നുകളുണ്ട്, ഓയിൻമെന്റുകളുണ്ട്, ഇതിനൊക്കെ സൂട്ടബിൾ സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. മറ്റു മരുന്നുകളുടെ കൂടെയൊക്കെ കൊണ്ടത് ഇതൊക്കെ മിക്സ് ചെയ്ത് വെക്കരുതെന്ന് അത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വരേണ്ടതാണ്. അതായത് സ്റ്റോക്ക് സൊല്യൂഷൻസ്, പൗഡേഴ്സ്, ഓയിൻമെന്റ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ എ സ്യൂട്ടബിൾ പ്ലേസ്. അതിന് റെഗുലർ മാനുഫാക്ചറിങ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യേണ്ടതൊക്കെ വരും, പുതിയതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതൊക്കെ വരും. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ എടുക്കേണ്ടതാണ്. അപ്പൊ അതൊക്കെ മറ്റു മരുന്നുകളുടെ കൂടെ ആവുമ്പോൾ അതൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ അല്ലേ പറന്നൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആകാനൊക്കെ, എയറിലൊക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്പേസ് അതിൽ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഓൾസോ മാനുഫാക്ചറിങ് റൂം ഷുഡ് ബി ദർ നിയർ ദ ഫാർമസി. ഫാർമസിയിൽ തൊട്ടടുത്ത് ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ, പുതിയ മരുന്നൊക്കെ ഉണ്ടാക്കാനുള്ള സ്ഥലം കൂടി എന്തായാലും പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്താണ് പിന്നെന്താ വേണ്ടത്? ഓഫീസിന്റെ ഒരു ഓഫീസ് വേണം ഫോർ ദ ചീഫ്. അതായത് ഫാർമസിയുടെ ഒരു ചീഫ് ഉണ്ടായിരിക്കും, ഏറ്റവും വലിയ ആൾ. അതിന് ഇരിക്കാനുള്ള ഒരു സ്പേസ് എന്തായാലും ഒരു ചെറിയ ഓഫീസ് പോലെ അതിനകത്ത് ഉണ്ടായിരിക്കണം. പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഏരിയ, ഈ മെഡിസിൻസ് ഒക്കെ പാക്ക് ചെയ്യാനും അത് ലേബൽ ചെയ്യാനും അതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഏരിയ, ചില മെഡിസിൻസ് ഹാവ് ടു ബി റെഫ്രിജറേറ്റഡ്, അല്ലെ? നമുക്ക് ചില മെഡിസിൻസ് ഒക്കെ എന്താ പറയാ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. റിസർച്ച് വിങ്, റിസർച്ച് നടത്താൻ, പഠനങ്ങൾ ഗവേഷണമൊക്കെ നടത്തി പുതിയ മെഡിസിൻസ് ഉണ്ടാക്കുന്നത് വേറെ സ്ഥലത്ത്, അത് മാനുഫാക്ചറിംഗിൽ അതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തണം. ഇത് ഇന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് പുതിയ മരുന്ന് ഉണ്ടാക്കാം, അതിനുള്ള പഠനങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിങ്, അതിനുവേണ്ടി സെപ്പറേറ്റ് സ്ഥലം, അത് റിസർച്ച് വിങ് ആണ്. ഫാർമസിക്ക് ഒരു സ്റ്റോർ റൂം വേറെ, അതായത് നമ്മളിവിടെ കൊണ്ടുവന്ന് റാക്സിലായിട്ട് കുറെ മരുന്നുകളൊക്കെ ഫാർമസിയുടെ അതിൽ ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ അല്ലാതെ ചില മെഡിസിൻസ് എല്ലാം കൊണ്ടുവന്ന് എല്ലാ യൂണിറ്റുകളും കൊണ്ടുവന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? ഏതെങ്കിലും ഒരു മെഡിസിൻസ് കുറഞ്ഞു വരുമ്പോൾ മാത്രം അവിടുന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും എടുത്തു കൊണ്ടു വെച്ചാൽ മതി, അല്ലെ? അപ്പൊ സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം ഫാർമസിയുടെ. ഉപയോഗത്തിൽ ഇരിക്കാത്ത മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലം, അതിന് സെപ്പറേറ്റ് ഏരിയ ഉണ്ടായിരിക്കണം. ഒരു ലൈബ്രറി ഉണ്ടായിരിക്കണം. എന്തിനാ? ഏതായാലും അവിടെ ഒരു ഫാർമസി അല്ലേ, വെറുതെ ഒക്കെ മരുന്നൊന്നും എടുത്തു കൊടുക്കാതിരിക്കുന്ന സമയത്ത് വല്ല നോവലോ വല്ല പുസ്തകമോ കഥയൊക്കെ ഇരുന്ന് വായിക്കാനാണോ?
അല്ല, ലൈബ്രറി ഇവർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അതായത് ഫാർമസിയിൽ മെഡിസിൻസ് സംബന്ധമായിട്ടുള്ള ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബുക്കുകളാണ് ഈ ലൈബ്രറിയിൽ വേണ്ടത്. ഓക്കെ, മെഡിസിൻ സംബന്ധമായിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അത്തരം ഒരു ലൈബ്രറി ഒരു പ്ലേസ് ഒരു ഫാർമസിക്ക് ഉണ്ടായിരിക്കണം. ദെൻ മറ്റൊരു ഇടം റേഡിയോ ഐസോട്ടോപ്പ് മെഡിസിൻസ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻസ് ഒക്കെ, അതായത് നമ്മുടെ റേഡിയോ ഐസോട്ടോപ്പ് ആയിട്ടുള്ള മെഡിസിൻസ് അത് എന്താ പറയാ കൊടുക്കാനും എടുത്തു വെക്കാനും സ്റ്റോർ ചെയ്യാനും രണ്ടിനും വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. കാരണം കെമിക്കൽ എലമെന്റുകളാണ് നമുക്കറിയാം റേഡിയേഷനിലൂടെ പുറത്തേക്ക് വരുന്ന. ഇറ്റ് ബ്രേക്സ് ഡൗൺ, അതായത് നമുക്കറിയാം അത് ഭയങ്കരമായിട്ട് പല എന്താ പറയാ എഫക്റ്റുകളും ഉണ്ടാക്കും ആളുകളിലേക്ക്. അപ്പൊ അതുകൊണ്ട് when they are not in use, it should be stored and secured in a locked room or locked storage. നമുക്കറിയാം ഇത്തരം സാധനങ്ങളൊക്കെ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ആഫ്റ്റർ ഇഫക്റ്റുകളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് when they are not in use, ഇത്തരം സാധനങ്ങൾ ഉപയോഗത്തിൽ ഇല്ലാത്ത സമയത്ത് അത് ലോക്ക് ചെയ്ത റൂമുകളിലും മറ്റുമൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത്. സ്റ്റോർ ചെയ്ത് എന്താ പറയാ നമ്മുടെ റെഫ്രിജറേഷൻസിൽ വെക്കേണ്ടതാണെങ്കിൽ റെഫ്രിജറേറ്ററിൽ വെക്കുക. ആൻഡ് റെഫ്രിജറേറ്ററും അതോടൊപ്പം തന്നെ എന്ത് ചെയ്തേണ്ടി വരും, ലോക്ക് ചെയ്ത് തന്നെ കീപ്പ് ചെയ്യണം. അല്ലാതെ തുറന്ന് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പക്ഷെ തുറന്ന് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ലോക്ക് ഒന്നും ചെയ്യാതെ വെക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മളുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും അബദ്ധവശാലൊക്കെ എന്താ പറയാ കെയർലെസ് ആയിട്ടുള്ള രീതിയിൽ അതൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും എടുത്തത് മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ റെഫ്രിജറേറ്റേഴ്സില് ഫ്രീസേഴ്സിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലോക്ക്ഡ്. അതൊക്കെ ലോക്ക് ചെയ്ത് തന്നെ സൂക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ ഫാർമസിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാന സൗകര്യമാണ്. അപ്പൊ ദീസ് ആർ ദ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ എ ഫാർമസി. അപ്പൊ ഫാർമസിയുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയോ, മനസ്സിലായോ എല്ലാം? ഏതൊക്കെയാണ് എന്ന് നോക്കുക, ആ പേരുകൾ നോക്കുക. ഗ്രൗണ്ട് ഫ്ലോർ ഓർ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ഫാർമസിക്ക് ഉണ്ടാകണം. And also it should be provided when waiting for the medicines, it should be provided educative posters, literatures for reading on the health and hygiene. ഹെൽത്തും ഹൈജീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സും അതുപോലെ തന്നെ പുസ്തകങ്ങളും ഒക്കെ സപ്ലൈ ചെയ്താൽ അതൊക്കെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റും ആളുകൾക്ക്. സൂട്ടബിൾ സ്പേസ് ഫോർ ഓയിൻമെന്റ്സ്, പൗഡേഴ്സ് ആൻഡ് സ്റ്റോക്ക് സൊല്യൂഷൻസ്, അതിനുള്ള സ്പേസ് കൊടുത്തിരിക്കണം. ഓഫീസ് ഫോർ ദ ചീഫ്, അയാൾക്ക് ചീഫിന് ഇരിക്കാനുള്ള ഒരു ഓഫീസ്. പാക്കിംഗ് ആൻഡ് ലേബൽ ഏരിയ വേറെ സ്ഥലമായിരിക്കാം. കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയും ഉണ്ടായിരിക്കാം, അതിനുവേണ്ടി പ്രത്യേകം ഏരിയ. റിസർച്ച് വിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയ. ഫാർമസിക്ക് ഒരു സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. ലൈബ്രറി ഉണ്ടായിരിക്കണം. റേഡിയോ ഐസോട്ടോപ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഏരിയ. ഓക്കെ, ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ പേരുകൾ അങ്ങനെയെങ്കിലും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. യെസ്, എക്യുപ്മെന്റ്സ് ആണ്. എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി. വാട്ട് ആർ ദ, ഇപ്പൊ നമ്മൾ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളാണ്. എന്തൊക്കെ സൗകര്യം ഒരു ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഉണ്ടായിരിക്കണം? സൗകര്യം, എക്യുപ്മെന്റ് സൗകര്യം ഒന്നുമല്ല അല്ലെ. ഇനി എന്തൊക്കെ എക്യുപ്മെന്റുകളാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കേണ്ടത്? അപ്പൊ ഓരോന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ പ്രിസ്ക്രിപ്ഷൻ കേസ് ആണ്. അതായത് ഒരു ട്രേ പോലത്തെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാ? ഈ നമ്മുടെ ഹോസ്പിറ്റലില് ഡോക്ടർ നമ്മള് ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് പോരുമ്പോ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറിച്ചിട്ടുണ്ടായിരിക്കും, എന്തൊക്കെ മരുന്ന് കൊടുക്കണമെന്നൊക്കെ അല്ലെ. അത് ഒന്നില്ലെങ്കിൽ നഴ്സിന്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യും. ചിലപ്പോ നമ്മൾ കാണാറുണ്ടാവും നമ്മളുടെ പിന്നാലെ നമ്മളെ വിളിച്ചോണ്ട് പോകും. അപ്പൊ ഫാർമസിയുടെ മുമ്പിൽ അവിടെ ഇരുന്നോട്ടാ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യും, അവിടെ കൊണ്ട് ഈ ഒരു സാധനത്തിനകത്ത് ഈ ഒരു ട്രൈക്കകത്ത് വെക്കും. അത് ഓരോ പേഷ്യൻസിനെയും കണ്ടു കഴിയുമ്പോൾ അവരത് കൊണ്ടുവന്ന് ആ ഒരു ഡോക്ടറിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറിന്റെ അടുത്ത് നിൽക്കുന്ന നേഴ്സായിരിക്കും അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഓരോന്ന് വന്ന് ഇതിനകത്ത് ഈ ട്രെയില് പ്ലേസ് ചെയ്യും. അപ്പൊ ആ ട്രെയിൽ നിന്നാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലെ മെഡിസിൻസ് ഒക്കെ നമുക്ക് തരുന്ന ആളുകൾ. അതിനകത്ത് കുറെ ആൾക്കാരൊക്കെ കിട്ടും, നമ്മളത് പറയാൻ പോകുന്നുണ്ട്, പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അവര് അത് നോക്കി, അത് ആദ്യം വന്നവരുടെ ഒക്കെ നോക്കി എടുത്ത്. അപ്പൊ ആദ്യം വന്നവരെ എങ്ങനെ അറിയാൻ പറ്റും? ഇങ്ങനെ ഓരോന്ന് കൊണ്ടത് ഇങ്ങനെ മുകളിൽ പ്ലേസ് ചെയ്യും, ട്രെയില് അല്ലെ, മുകളിൽ പ്ലേസ് ചെയ്യും. അപ്പൊ അവരത് എടുക്കുമ്പോൾ തിരിച്ചു വെച്ചിട്ട് അതെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലിരിക്കുന്ന ആളാണ് ആദ്യം വന്നതെന്ന് അവർക്ക് മനസ്സിലാകാം അല്ലെ. അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻസ് വരും. ആൾക്കാരും ബഹളം വയ്ക്കും, ഞാനാണല്ലോ ഇവിടെ ആദ്യം വന്നത്, അത് കഴിഞ്ഞിട്ടാണല്ലോ ഇന്ന ആളെ ഡോക്ടർ വിളിച്ച എന്നൊക്കെ ആകും. അപ്പൊ അതിനൊക്കെ ഒരു പ്രോപ്പർ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കും അവർക്ക്. അപ്പൊ ആ പ്രിസ്ക്രിപ്ഷൻസ് കൊണ്ടുവയ്ക്കാനുള്ള ഒരു ട്രെയിൻ, ദാറ്റ്സ് കോൾഡ് പ്രിസ്ക്രിപ്ഷൻ കേസ്, അത് അവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താ? ഡ്രഗ് സ്റ്റോക്ക് കബേർഡ്, അതായത് ഓരോ മെഡിസിൻസ് ഒക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള കബേർഡ്. അതിന് ഷെൽഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെൽഫ്,
അല്ലെ അടച്ചു വെക്കേണ്ടതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഉരുണ്ടും മറിഞ്ഞൊക്കെ വീഴാതിരിക്കാൻ ഡ്രോയേഴ്സും ഷെൽഫും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ചെയ്യാനുള്ള ഡ്രഗ്സ് ഒക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു കബേർഡ്, ഒരു അലമാരി ഉണ്ടായിരിക്കണം. സെക്ഷണൽ ഡ്രോയേഴ്സ് വിത്ത് കബേർഡ് ബേസ്, അതായത് നമ്മുടെ ഈ കബോർഡിനകത്ത് തന്നെ ചിലപ്പോൾ ഇങ്ങനെ വലിപ്പുകളൊക്കെ പോലത്തെ ഡ്രോയേഴ്സ്, അതിനകത്ത് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കോളംസ്, എന്താ പറയാ ഇങ്ങനെ എന്താ പറയാ നമ്മളുടെ ക്യാബിനറ്റിനകത്തെ ഈ സെക്ഷണൽ ഡ്രോയേഴ്സ് കണ്ടിട്ടില്ലേ? നമ്മള് ചില വലിയ വലിയ മാൾസിലോ അല്ലെങ്കിൽ ചില എന്താ പറയാ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോകുമ്പോഴേ അവിടുത്തെ പേയ്മെന്റിന്റെ സ്ഥലത്ത് കഴിയുമ്പോൾ നമ്മള് അവരുടെ ആ ഡ്രോയറിനെ വലിച്ചു കഴിയുമ്പോ അതിന് കുറെ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ഉണ്ടാവും. എന്തിനായിരിക്കും അത്? കുറെ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് കണ്ടിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ നോട്ട്സ് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് പൈസ, അത് ആ നോട്ടുകൾ പല ഡിനോമിനേഷൻസിലുള്ള ആയിരിക്കുമല്ലോ. സോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അതെ, 10ന്റെ ഒരു സ്ഥലത്ത് 5ന്റെ, പിന്നെ തുട്ടുകൾ അതെ അതുപോലെ തന്നെ 5ന്റെ 10ന്റെ ഒക്കെ സെപ്പറേറ്റ് ചെയ്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ. അപ്പൊ എന്ത് ചെയ്യാം? എന്താ ഗിവിംഗ് ദ ബാലൻസ് എമൗണ്ട്, അതായത് നമ്മൾ പൈസ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടാനിടയില്ലേ കൃത്യമായിട്ട് ആകില്ല, അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് കുത്തി മറച്ച് നോക്കി അവിടെ നിന്ന് എടുക്കാനാ അല്ലെ. ഇപ്പൊ അങ്ങനെയാണ് എല്ലാ അത്തരം ഷോപ്സിലൊക്കെ കാണുക. ആ ക്യാബിനറ്റിനകത്ത് തന്നെ സെക്ഷണൽ ഡ്രോയേഴ്സ് കൂടി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ മരുന്നുകളല്ലേ, അപ്പൊ കുഞ്ഞു കുഞ്ഞു മരുന്നുകളൊക്കെ അങ്ങനെ സെക്ഷൻ തിരിച്ചൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം സെക്ഷണൽ ഡ്രോയേഴ്സ് ഷുഡ് ബി ദർ വിത്ത് കബോർഡ് ബേസ്, കബോർഡ് ഒക്കെ വെച്ചിട്ടുള്ളത്. വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്, മരുന്ന് കൊടുത്തു വിടാനുള്ള ഒരു സ്ഥലം. അതായത് നമുക്കറിയാം മരുന്ന് കൊടുത്തു വിടുന്ന സ്ഥലത്ത് ഒരു ടേബിൾ ഇട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടാവുമല്ലോ, ഫാർമസിയിൽ ഡിസ്പെൻസ് ചെയ്യുന്ന സ്ഥലത്ത് മരുന്ന് തരാൻ വേണ്ടിയിട്ട് ആൾക്കൊരു ടേബിൾ, അയാളുടെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ടേബിളും അതിനുള്ള കൗണ്ടറും, എന്താ വെച്ചാൽ അതുപോലെ ഒരു വിൻഡോ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. നമുക്ക് മരുന്ന് ഇങ്ങനെ തരുന്ന ഒരു ചെറിയ വിൻഡോ പോലത്തെ ഒരു, ചിലയിടത്ത് ഇങ്ങനെ ആർ ഷേപ്പിലായിരിക്കും, ചിലയിടത്ത് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും. ഓക്കെ, ദെൻ എന്താണ് സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, വെള്ളം നമുക്ക് കൈയൊക്കെ കഴുകാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും സാധനങ്ങൾ കഴുകാനുണ്ടെങ്കിൽ അത് കഴുകാനും, അത് കഴുകി കഴിയുമ്പോൾ അതിന്റെ വെള്ളം ഇങ്ങനെ ഡ്രൈ ചെയ്ത് പോകാനുള്ള ഒരു എന്താ പറയാ ഒരു ഡ്രെയിൻ ചെയ്യുന്ന ഒരു സാധനം. അതിനെ പറയില്ലേ നമ്മള് അരിപ്പൊക്കെ നമ്മളൊരു ഡ്രെയിൻ സാധനമാണ് അല്ലെ. അതല്ലാതെ തന്നെ ഇതിന്റെ മുകളില് ഈ വാഷ് ബേസിന്റെ ഒക്കെ പൊക്കത്തിൽ വെക്കാൻ പറ്റിയ ഒരു ഡ്രെയിൻ ബോർഡ്, വെള്ളം ഇങ്ങനെ ഇട്ട് പോകാനായിട്ട്. വെള്ളം അവിടെ അങ്ങനെ പോകാനുള്ള സ്പേസ് കൊടുത്താൽ മാത്രമേ വെള്ളത്തിന് താഴെ പോകാം, അല്ലെങ്കിൽ വെള്ളം അവിടെ വെറുതെ കിടക്കും. വെറുതെ ഒരു പ്രതലത്തിൽ വെക്കുകയാണെങ്കിലോ ഒരു എന്താ പറയാ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ ഒരു സർഫസിൽ വെക്കുകയാണെങ്കിൽ വെള്ളം അവിടെ കിടക്കും, അത് അതിന്മേൽ തന്നെ വീണ്ടും കയറി പിടിക്കും. അതെല്ലാം ഇതിന് താഴേക്ക് ഒഴുകി പോകണമെങ്കിൽ അതിന് ഒന്നില്ലെങ്കിൽ എന്താ പറയാ ഹോൾസ്, നെറ്റ് പോലെയുള്ളതൊക്കെ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഒരു സിങ്കും അതിന്റെ അടുത്ത് ഒരു ഡ്രെയിൻ ബോർഡും, ചിലപ്പോൾ വെള്ളം നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ ക്യാബിനറ്റ് ഓർ സ്പേസ് ഫോർ മോട്ടോർസ് ആൻഡ് പെസ്റ്റിൽസ്, അതായത് മോട്ടറും പെസ്റ്റിൽസും ഒക്കെ വെക്കാനുള്ള ഒരു സ്ഥലം. എന്താ മോട്ടർ ആൻഡ് പെസ്റ്റിൽസ്? നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, പറയുമ്പോ കേട്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇടിക്കുന്ന സാധനമില്ലേ, ഇടിക്കുന്ന സാധനം എന്ന് പറയുമ്പോ അതല്ല, ഇങ്ങനെ ചതയ്ക്കുന്ന, അതായത് ഉള്ളി ഇഞ്ചിയൊക്കെ നമ്മുടെ വീടുകളിൽ ഇപ്പൊ പണ്ടൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരലും ഉലക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് ഊ ഫോർ ഉരൽ എന്ന് കാണിച്ചു കൊടുക്കാൻ പോലും അറിയില്ലാത്ത സമയമാണ് ഇത് അല്ലെ. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സ്മോൾ ഒരു ഇതുണ്ട് അല്ലെ, ഒരു ചെറിയ മിനിയേച്ചർ എന്നൊക്കെ പറയാം അതിനെ. അങ്ങനത്തെ ചെറിയ രൂപം നമ്മളുടെ ഉരലിന്റെ മാതൃകയിൽ കല്ലുകൊണ്ട് ഉണ്ടാക്കിയത് ഈ ഉത്സവത്തിനും അമ്പലത്തിലും അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ സാധനം അല്ലെ. നമ്മള് ഉള്ളി അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ ഇരിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അത് ഇരിക്കാനുള്ള സാധനമാണ് മോട്ടർ ആൻഡ് പെസ്റ്റിൽസ് ഇരിക്കുന്നത്. അത് അപ്പൊ എവിടെ വെക്കണം? ഈ മെഡിസിൻസ് ഒക്കെ വെക്കണം. അതിന്റെ ഉള്ളിൽ കൂടെ തളിക്കേറ്റി വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? എന്താ കാരണം? അങ്ങനെ ഉള്ളി വെച്ചാ ഇതൊക്കെ പെട്ടെന്ന് തട്ടി മറിഞ്ഞൊക്കെ വീണ് കഴിഞ്ഞാൽ അവരുടെ കാലയിൽ തന്നെ വീഴും. കാരണം ഇതൊരു എന്താ പറയാ കല്ലുകൊണ്ടുണ്ടാക്കിയുള്ള സാധനമാണ്, വെയിറ്റ് ഉണ്ട് അതിന്. അപ്പൊ അതൊക്കെ ഇഞ്ചുറി ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് എപ്പോഴൊന്നും എടുക്കേണ്ട സാധനം അല്ലെങ്കിൽ അത് മാറ്റി എവിടെയെങ്കിലും വെക്കാൻ അതിന് പ്രത്യേക സ്പേസ്. കബേർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫണൽസ്, ഫ്ലാസ്ക് ആൻഡ് ഓൾസോ ബീക്കർ. ഈ ബീക്കറും അതുപോലെ ഫ്ലാസ്കും അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് ഒക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഫാർമസിയിലൊക്കെ അത് ഉപയോഗം വേണ്ടി വരും. അപ്പൊ അത്തരം സാധനങ്ങൾ ഗ്ലാസ് യൂട്ടൻസിൽസ്, അതായത് ചില്ല് കൊണ്ടുള്ള പാത്രങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കീപ്പ് ചെയ്യാൻ വേറെ ഒരു പ്രത്യേകം ഏരിയ. അതും ഇതിന്റെയൊക്കെ ഇടയിൽ കൊണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തട്ടി പറഞ്ഞൊക്കെ വീണ് താഴെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ എക്യുപ്മെന്റ്സും ഇതിനകത്ത് വരാറുണ്ട്. അപ്പൊ അതൊക്കെ എപ്പോഴും പൊട്ടിപ്പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് കീപ്പ് ചെയ്യുമ്പോൾ വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും മാറ്റി വെക്കാം, ഇപ്പം ആരും തട്ടാതെ മുട്ടാതെ ഇരിക്കാൻ. റെഫ്രിജറേറ്റേഴ്സ് വിത്ത് സ്യൂട്ടബിൾ കപ്പാസിറ്റി, ആവശ്യത്തിന് കപ്പാസിറ്റി ഉള്ള ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, അതായത് മരുന്നുകൾ സൂക്ഷിക്കാൻ എത്രത്തോളം ഫ്രിഡ്ജ് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ആണോ വേണ്ടത് അതനുസരിച്ചുള്ളത് മതി. ഓക്കെ, അപ്പൊ അതിന് അത് അവർക്ക് അറിയാൻ പറ്റും. നാർക്കോട്ടിക് സേഫ്, അതായത് മയക്കുമരുന്നുകൾ പോലെയുള്ള സാധനങ്ങൾ
ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി. അതായത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ലോക്ക്ഡ് ഏരിയാസിലൊക്കെ വെക്കാനുള്ളതാ. ലോക്ക് ആയിട്ടുള്ള സ്ഥലം നോക്കി അതിന് വേണ്ടിയിട്ട് അത്തരം സാധനങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്യാം. ദെൻ ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ, അതായത് ഫയലുകൾ വെക്കാനും ഓഫീസ് ഡെസ്ക്, ഒരു ഓഫീസ് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ കോളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെലിഫോണും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓഫീസ് ഡെസ്ക്, ചിലപ്പോൾ ഡോക്ടേഴ്സ് എന്തെങ്കിലും വിളിക്കും, ഇന്ന മരുന്നുകൾ അവൈലബിൾ ആണോ എന്നത് അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ അവർക്ക് കൺഫർമേഷൻ വരുത്തിയിട്ട് വേണം പ്രിസ്ക്രൈബ് ചെയ്യാനേ. അപ്പൊ അത്തരം കോളുകളൊക്കെ വരാം, അല്ലാണ്ട് വീട്ടിലേക്ക് വിളിക്കാനൊന്നും അല്ല കേട്ടോ. അടുത്ത ഡിസ്പെൻസിങ് വിൻഡോ, പിന്നെ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്, അതായത് നഴ്സുമാർക്കും, അതായത് ഹോസ്പിറ്റലിലെ നഴ്സുമാർ മരുന്നുകൊണ്ടോ അവർക്ക് കഴിക്കാനല്ല, അവിടെ ഹോസ്പിറ്റലിന്റെ പല ഫ്ലോറുകളിലും പല വാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ വാർഡുകളിലേക്ക് മരുന്നുകൾ സപ്ലൈ, ഫാർമസിനെ കുറിച്ച് തുടക്കം പറഞ്ഞിരുന്നു അല്ലെ. മറ്റ് വാർഡുകളിലേക്കൊക്കെ മെഡിസിൻസ് വിൽ ബി ഡിസ്പെൻസ്ഡ് ഫ്രം ദ ഫാർമസി. അപ്പൊ നഴ്സസിന് കൊടുക്കാനായിക്കോട്ടെ പേഷ്യൻസിന് കൊടുക്കാനായിക്കോട്ടെ ഒരു ഡിസ്പെൻസിങ് വിൻഡോ ഉണ്ടായിരിക്കണം അല്ലെ. അതിൽ കൂടിയാണ് നമുക്ക് മരുന്ന് തരുന്നത്. Okay, these are the equipments used in hospital pharmacy. ഇപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ആണ് നമ്മളിപ്പോ ഈ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? പ്രിസ്ക്രിപ്ഷൻ കേസ്, പിന്നെ ഡ്രഗ് സ്റ്റോക്ക് ചെയ്യാനുള്ള കബേർഡ് വിത്ത് ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്, പിന്നെ സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്, പിന്നെ എന്താ പറയുക ഓഫീസ് ഡെസ്ക് ഉണ്ടായിരുന്നു ഫോർ റെഗുലർ ഡിസ്പെൻസിങ് വർക്ക് ഒക്കെ ചെയ്യാൻ, വർക്ക് ടേബിൾസ്, സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, ക്യാബിനറ്റ് ടു സ്റ്റോർ വാട്ടർ ആൻഡ് പെസ്റ്റിൽസ്, then storage facility for glass utensils such as flask, funnels, beaker and other things. Okay, glass items എല്ലാം തന്നെ. പിന്നെ റെഫ്രിജറേഷൻ വിത്ത് സ്യൂട്ടബിൾ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. നാർക്കോട്ടിക്സ് സേഫ് ഉണ്ടായിരിക്കണം, നാർക്കോട്ടിക്സ് സാധനങ്ങൾ വെക്കാനുള്ളത്. ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഡിസ്പെൻസിങ് വിൻഡോ ഫോർ ദ നഴ്സസ് ആൻഡ് പേഷ്യൻസ്, പേഷ്യൻസിനും മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ഡിസ്പെൻസിങ് വിൻഡോ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? എക്യുപ്മെന്റുകൾ മനസ്സിലായോ? ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ അത്രയും ഭാഗത്ത്? നമ്മൾ സെപ്പറേറ്റ് നോട്ടൊന്നും നമുക്ക് ഈ ഒരു ഭാഗത്തില്ല. അപ്പൊ ഓക്കെ, അപ്പൊ അത്രയും നല്ല ആദ്യത്തെ പേജ് തുടങ്ങി ഒന്നുകൂടി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരിക കേട്ടോ അടുത്ത ദിവസം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ആദ്യത്തെ അവർ ആകുമ്പോ രണ്ടാമത്തെ അവറാണെങ്കിൽ ഇച്ചിരി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാമായിരുന്നു. അടുത്ത ദിവസം നോക്കട്ടെ, അടുത്ത ദിവസം നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ട് 10 മിനിറ്റ് കൂടി കൂടുതൽ കുറച്ച് എളുപ്പം തീർക്കണം ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, സി, താങ്ക് യു.